എടാ ഇനി എന്റെ ഊഴമാണ്. എന്റെ അമ്മോ, ഹെലികോപ്റ്റർ ടെന്നീസ് ബോളോ? ഇത് ചീറ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ബ്രോ, അത് മാറ്റാൻ പറ്റില്ല. അയ്യോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ലൊക്കേഷൻ ആകെ നാശമായല്ലോ. ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങും. അയ്യോ, സാറിന് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതെല്ലാം സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. എടാ പോപ്പട്ടെ, നീ എന്തുവാ എന്നെ? നിന്റെ മണ്ടത്തരങ്ങൾ 36 മാസാവസാനം എല്ലാം കൂടെ ചേർത്ത് തന്നോളാ ഞാൻ. സോറി പോപ്പട്ടെ, എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴേ ഈ ചിക് ചിക് എന്നുള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാ. ചിക് ചിക്. പക്ഷേ ഹണി, നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ല, ഓഡിഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എടാ 2 കൂൾ ഡ്രിങ്ക്സ് തന്നെ. എടാ നിങ്ങളോ? നിങ്ങൾ ഇവിടുത്തെ സ്പോട്ട് ബോയ്സ് എന്നാ ഞാൻ കരുതിയത്. അതെ, സ്പോട്ട് ബോയ് അല്ല, ഞങ്ങളടുത്ത മെയിൻ ലീഡാ. ഈ സോർദാറിന്റെ അഭിനയം കണ്ടിട്ട് വാവെന്ന് പറഞ്ഞ് വാവൊളിച്ച് നിന്നിട്ടുണ്ട്, അറിയോ? ബാബോന്നല്ല, ബോബോന്നാണ് കുരയ്ക്കാറുള്ളത്. ഡോഗിയല്ലേ. പക്ഷെ എന്തൊക്കെയായാലും സണ്ണിയെക്കാളും നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം സണ്ണി കരഞ്ഞുകൊണ്ട് അഭിനയിച്ചാൽ പോലും ചിരിക്കുന്ന എക്സ്പ്രഷനെ മുഖത്ത് പരിക്കുകയുള്ളൂ. അത് ശരി. ഹായ് ഫൈ ഹായ്, ഹായ് ഫൈ ഹായ്, ഹായ്. കൂട്ടുകാരെ നിർത്തൂ. ഞാൻ നിങ്ങൾ എല്ലാരും വഴക്കടിക്കുന്നത് കണ്ടു കൂട്ടുകാരെ. നിങ്ങൾ തമ്മിൽ തല്ലരുത് കൂട്ടുകാരെ. എനിക്ക് എന്റെ കുറവിനെ പറ്റി അറിയാം ബ്രോ. ഞാനാണ് ഈ ഫിലിമിന്റെ ഡയറക്ടർ. നിങ്ങളുടെ വഴക്ക് കണ്ടപ്പോൾ ഹീറോയും വില്ലനും തമ്മിൽ അടിപിടി കൂടുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. നീ ഈ ഫിലിമിലെ വില്ലനാണ് ബ്രോ. വില്ലൻ തന്നെയാണ് നല്ലത്. മെയിൻ റോൾ തന്നെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഹണി ബണി, സോർദാർ, പോപ്പാട്ട്, നിങ്ങൾ 4 പേരുമാണ് എന്റെ ഫിലിമിലെ ഹീറോ. ഇവര് ഹീറോസോ? പക്ഷേ എന്റെ കഥയിൽ യവന്മാർ തന്നെയായിരിക്കും വില്ലന്മാർ. ഇതിന്റെ സ്ക്രിപ്റ്റ് അങ്ങ് ചേഞ്ച് ചെയ്ത് യവന്മാർ 4 പേരെയും സ്പോട്ട് ബോയ്സ് ആയിട്ട് മാറ്റിയാലോ? അല്ലേ? യവന്മാര് ഹീറോ ആവുന്നത് ഇനി ഞാനൊന്ന് കാണട്ടെ. ഫിലിമിന്റെ പേരാണ് മുള്ളുകൊണ്ട് കുത്തണ മിണ്ടാതെ നിക്കണ. കഴിഞ്ഞ പ്രാവശ്യം പടമെടുത്തിരുന്നു. വവ്വാലാണ് എന്റെ മാലാഖ. ഇതതിന്റെ 2ാം ഭാഗമാണ് ബ്രോ. പേയ്മെന്റ് തരാൻ പോവാണോ? അത് പെട്ടെന്ന് ഞാൻ ആദ്യത്തെ സീൻ പറഞ്ഞു തരാം. വില്ലൻ ഹീറോസിനെ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുന്നു. ഇനി അടുത്ത സീനിലോട്ട് പോകാം. കോമഡി സീനാണെന്നാ തോന്നുന്നേ. ചിരിക്കുന്ന കണ്ടില്ലേ? ഹീറോ വില്ലനെ പുഴയിലൂടെ ഇട്ട് ഓടിക്കുന്നു. ഓ, ഈ ഹീറോ. അപ്പൊ അവിടെ വെച്ച് ഹീറോ വില്ലനെ തല്ലുവോ? അങ്ങനെ തല്ലാൻ പറ്റില്ല, കാരണം വില്ലന്റെ കയ്യിൽ മോഡിഫൈഡ് ജെറ്റ് ഉണ്ടാകും. മാത്രമല്ല ഹീറോ തണുത്ത വെള്ളത്തിലായിരിക്കും. തീർച്ചയായും ഹീറോ കുതിരയിൽ നിന്നും രക്ഷപ്പെടും. ആക്ഷൻ!
ഹീറോയ്ക്ക് നല്ല തണുപ്പ് വേണം. അത് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അത് എന്റെ ആഹാരമാണ്. കാക്ക കീക്കി കൂക്കൂന്ന് പിന്നെ പറയാം, ആദ്യം കട്ട് പറയേ. Cut it, bro. Cut. ഇതെല്ലാം ഞാൻ എന്റെ ഫാൻസിന് വേണ്ടി മാത്രമാ ചെയ്യുന്നത്. സംശയമുണ്ടോ? എന്നാ ചെയ്യണ്ടായിരുന്നു. ആകെ 4 പേരെ കുറ്റം പറയുള്ളൂ. മിക്കവാറും 4 പേരും നിന്റെ കൂട്ടുകാരായി ഞങ്ങൾ തന്നെ ആയിരിക്കും. ഇനി അടുത്ത സീനാണ് ബ്രോ. വില്ലൻ ഹീറോയിനെയും കൊണ്ട് പോവുകയാണ്. പിന്നീട് ഹീറോ വില്ലനെ തല്ലും. അയ്യോ ഇല്ല, കാരണം വില്ലൻ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹെലികോപ്റ്ററിലാണുള്ളത്. മാത്രമല്ല ഹീറോ കിർഗിസ്ഥാനിലുള്ള മരുഭൂമിയിലൂടെ വെള്ളം പോലും കുടിക്കാതെ അവർക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ ഡിക്ഷണറി ഒന്നുമില്ലേ? ഡിക്ഷണറി ഇപ്പോ എന്തിനാണ് ബ്രോ? എനിക്കതിൽ ഹീറോയുടെ അർത്ഥം നോക്കാനാ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല ഹീറോ. എടാ, ആ സ്ക്രിപ്റ്റിലുള്ളതുപോലെ സീനിൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫിലിം വേണ്ടെന്ന് വെക്കണം. ഐസ്ക്രീം. മതി, ഇനി സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എടാ, ഇനി എന്റെ ഊഴമാണ്. എന്റെ അമ്മോ, ഹെലികോപ്റ്റർ ടെന്നീസ് ബോളോ? ഇത് ചീറ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ബ്രോ. അത് മാറ്റാൻ പറ്റില്ല. അയ്യോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ലൊക്കേഷൻ ആകെ നാശമായല്ലോ. ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങും. അയ്യോ, സാറിന് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതെല്ലാം സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഈ റൈറ്റർ എല്ലാ സീനിലും ഹീറോയ്ക്ക് പണി കൊടുക്കുന്ന എന്തിനാ? ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളെ നമുക്കൊന്ന് കാണണമല്ലോ. സാറ് പറഞ്ഞു വരുന്നത് ആ സണ്ണി സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തെന്നാണോ? ആ സണ്ണി ഉണ്ടല്ലോ, വില്ലന്റെ റോളിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. സംശയമുണ്ടോ? ഇനി എന്റെ ഐഡിയ പറയാം. അവന് നമുക്ക് നല്ലൊരു പണി കൊടുക്കണം. എന്നാ 8ന്റെ പണി കൊടുക്കാം. അതാവുമ്പോ പിന്നെ വേറൊരു പണിക്ക് പോകാനും പറ്റില്ലല്ലോ. ഇനി നമ്മൾ എല്ലാവരും ചേർന്ന് സണ്ണിക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും. അടുത്ത സീനാണ് ഹീറോയും വില്ലനും തമ്മിലുള്ള ബോക്സിംഗ് മത്സരം.
ഹീറോ റിംഗിലേക്ക് കയറുന്നു. കൂടാതെ വില്ലന്റെ കയ്യിൽ ലോകത്തിന്റെ ഭാരമുള്ള ഗ്ലൗസ് ആയിരിക്കും ഉള്ളത്. കൂടാതെ കണ്ണ് തുണി കൊണ്ട് കെട്ടി മറച്ചിട്ടുണ്ടാകും ബ്രോ. വില്ലനെ ബ്രേക്ക് ടൈമിലും അടിക്കണം. അങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് ബ്രോ. ഇനി വില്ലനെ ഹീറോയുടെ ഗ്രൂപ്പ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കും. അങ്ങനെയും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട് ബ്രോ. ഷൂട്ടിങ്ങിന് ശേഷവും വില്ലനെ ഹീറോ അടിക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാം. എടാ, നിങ്ങൾ കള്ളം പറയുകയാണ്. ഞാൻ ഇങ്ങനെയൊന്നും സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. സനേ, എന്റെ ഈ ഫിലിമിൽ നിന്നും നീ ഔട്ടായിരിക്കാണ് ബ്രോ. എന്നോട് ക്ഷമിക്കൂ. ഹീറോ റോള് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് മൊത്തത്തിലൊന്ന് മാറ്റി എഴുതിയത്. നിനക്ക് ഹീറോയുടെ റോളായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ദാ പിടിച്ചോ, ഞാൻ ഹീറോ. ദാ ഇതാണ് ഹീറോയുടെ റോള്.